എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. നമ്മുടെ കച്ച് റീജിയനിൽ ബന്നി ഗ്രാസ് ലാൻഡ്സിലൊക്കെ ചീറ്റേനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ടോക്സ് ഉണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട്. അത് GS3 എൻവയോൺമെൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. നമുക്കറിയാം പന്ന അല്ലെങ്കിൽ മധ്യപ്രദേശിലൊക്കെ ചീറ്റായിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 20 ചീറ്റാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അത് ഇനി എക്സ്പാൻഡ് ചെയ്ത് ഗുജറാത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ് ടു ഷെൽട്ടർ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ അത് GS2 പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റിനകത്ത് റൈറ്റ് ടു ഷെൽട്ടറും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. നെക്സ്റ്റ് എഡിറ്റോറിയലുള്ള ന്യൂസാണ്. എസ്പെഷ്യലി അത് ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റ്സ് എംഫസൈസ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. അത് നമുക്കറിയാം, നമുക്ക് ബഡ്ജറ്റ് സെഷനൊക്കെ വരും. പക്ഷേ അതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ്സ് ഇൻ കച്ച് ലൈക്ലി ടു ഹോസ്റ്റ് ചീറ്റാസ് ഫ്രം ആഫ്രിക്ക. ഓക്കെ, അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ആസ് പാർട്ട് ഓഫ് ചീറ്റ പ്രൊജക്ട് ഈസ് കൺസിഡറിങ് വേരിയസ് ലൊക്കേഷൻസ് ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റാസ്. ഓക്കെ, നമുക്കറിയാം മധ്യപ്രദേശിൽ നമ്മൾ ഓൾറെഡി ചീറ്റാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗുജറാത്തിൽ ബന്നിയാണ് അവർ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു ചീറ്റ പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്കറിയാം ആഫ്രിക്കൻ ചീറ്റേനാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഏഷ്യൻ ചീറ്റ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ബ്രിട്ടീഷ് റൂളിൻ്റെ ടൈമിലൊക്കെ മാസീവായിട്ടുള്ള ഹണ്ടിങ് പ്രാക്ടീസസ് ഒക്കെ കാരണം ചീറ്റ പോപ്പുലേഷൻ ഡെഡായി ഇന്ത്യയിൽ. അപ്പോൾ അതിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോടെയാണ് പ്രൊജക്ട് ചീറ്റ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചീറ്റാസിനെ ഇന്ത്യയിൽ ആഫ്രിക്കൻ ചീറ്റാസിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പം പ്രൊജക്ട് ചീറ്റ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എയിം ടു റീഇൻട്രൊഡ്യൂസ് ചീറ്റാസ് ഇൻ ഇന്ത്യ ഫോക്കസിങ് ഓൺ ബ്രീഡിംഗ് ആൻഡ് കൺസർവേഷൻ. അപ്പം പ്രൊജക്ട് ഇൻവോൾവ്സ് ഇമ്പോർട്ടിംഗ് ചീറ്റാസ് ഫ്രം ആഫ്രിക്ക വിത്ത് വേരിയസ് സ്യൂട്ടബിൾ ലൊക്കേഷൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗാന്ധി സാഗർ സാങ്ച്വറി ഇൻ മധ്യപ്രദേശാണ്. അപ്പം അത് കറൻ്റ്ലി പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ബന്നി ഗ്രാസ് ലാൻഡ്സ് ആണ്. അത് റാൻ ഓഫ് കച്ചിൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഒരു ഗ്രാസ് ലാൻഡ് ഏരിയ ആണ്. അതും ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് സൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബന്നി ഗ്രാസ് ലാൻഡ്സിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ അത് നമുക്കറിയാം ഗുജറാത്ത് കച്ച് റീജിയനിൽ ഉള്ള ഒരു ഏരിയ ആണ് ബന്നി പ്ലെയിൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബന്നി പ്ലെയിനെയാണ് അവർ പ്രിഫേർഡ് ലൊക്കേഷനായിട്ട് എടുത്തേക്കുന്നത്. ബന്നി ഈസ് എ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് കച്ച് extending to nearly 3,500 square kilometers. അപ്പോൾ it provides ample space and suitable habitat for cheetahs, though the prey base needs enhancement. അപ്പം ഇതിനകത്ത് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ചീറ്റേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ട ഒരു ഫുഡ് സോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് എൻഷുറിങ് എ സഫിഷ്യൻറ്റ് പ്രേ ബേസ്. അതായത് അതിന് വേണ്ടി ഡിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനിമൽസിൻ്റെ പോപ്പുലേഷൻ അവിടെ പ്രോപ്പറായിട്ടുണ്ടെങ്കിലേ അവിടെ ചീറ്റാസിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻക്ലൂഡിങ് ആൻറ്റിലോപ്പ് സ്പീഷീസ് സച്ച് ആസ് ചിങ്കാര ആൻഡ് ബ്ലാക്ക് ബക്ക്, അതൊക്കെ ചീറ്റയുടെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസാണ് ഇങ്ങനെ ആ ലൊക്കേഷനിൽ. റെഗുലർ ഹെൽത്ത് ആൻഡ് കപ്പാസിറ്റി അസസ്മെൻറ്റ്സ് ആർ ബീങ് കണ്ടക്റ്റഡ് ടു എൻഷുർ ദ വയബിലിറ്റി ഓഫ് ദ ചീറ്റ പോപ്പുലേഷൻ. ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിൽ നമുക്കറിയാം കുന്നോ നാഷണൽ പാർക്കിലാണ് കേട്ടോ, ഞാൻ പന്ന നാഷണൽ പാർക്കാണ് പറഞ്ഞത്, പക്ഷേ കുന്നോ നാഷണൽ പാർക്കിലാണ് ഇപ്പോൾ കറണ്ട് കേസിൽ 20 അഡൾട്ട് ചീറ്റാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് സെപ്റ്റംബർ 2022 അതിൽ 13 സർവൈവ് ചെയ്തു. ഓക്കെ, അഡീഷണലി ദർ ആർ 13 കപ്സ് മേക്കിംഗ് ടോട്ടൽ 26 ആനിമൽസ് ഇൻ ടോട്ടൽ. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പ്ലാൻസിൻ്റെ കേസിലാണെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അപ്പം പ്ലാൻസ് ഇൻക്ലൂഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് ബാച്ചസ് ഓഫ് ചീറ്റാസ്. എഫേർട്സ് ആർ അണ്ടർവേ ടു മിറ്റിഗേറ്റ് റിസ്ക് സച്ച് ആസ് പൊട്ടൻഷ്യൽ ലെപ്പേർഡ് ത്രെറ്റ്സ്, എൻഷുർ എ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് ഫോർ ചീറ്റാസ്. അപ്പോൾ ചീറ്റാസിൻ്റെ കേസിൽ അപ്പം നമുക്കറിയാം 20 ചീറ്റാസ് കൊണ്ടുവന്നതിനകത്ത് 7 എണ്ണം ഡൈ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന് ഒരു കോളർ ഉണ്ടായിരുന്നു. ഓക്കെ, ജിയോ ലൊക്കേഷൻസ് സെൻസ് ചെയ്യുന്ന ഒരു കോളർ ഉണ്ടായിരുന്നു. അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന കാരണമാണ് അതിൻ്റെ ഡെത്തിൻ്റെ ഒരു കോസായിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്, ഇത് ചീറ്റ ഇൻട്രൊഡക്ഷൻ്റെ ഉള്ള എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയിൽ ബൂസ്റ്റ് കൊണ്ടുവരും, കോൺട്രിബ്യൂട്ട് ടു എക്കോളജിക്കൽ ബാലൻസ്. അപ്പോൾ ഇറ്റ് ഓൾസോ എയിംസ് ടു റീസ്റ്റോർ ചീറ്റ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. 1952 ചീറ്റ
നമ്മുടെ കൺട്രിയിൽ എക്സ്റ്റിൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ചീറ്റ പോപ്പുലേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാം, വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോങ് ടേം ഗോളായിട്ട് കാണുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റി റിലേറ്റഡ് ആയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, അതിൽ സുപ്രീം കോർട്ട് റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ബാലൻസിങ് ദിസ് റൈറ്റ് വിത്ത് നീഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ദ കോർട്ട് റിമാർക്സ് കെയിം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കേസ് ഇൻവോൾവിംഗ് 50,000 പീപ്പിൾ ലിവിങ് ഇൻ റെയിൽവേ ലാൻഡ് ഹൽവാനി, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ ഏകദേശം 50,000 ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് നടക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന രീതിയിലാണ് സുപ്രീം കോർട്ട് പറയുന്നത് റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡിസിഷൻ അണ്ടർസ്കോർസ് ദ ജുഡീഷ്യറീസ് റോൾ ഇൻ പ്രൊട്ടക്ടിങ് ഹ്യൂമൻ റൈറ്റ്സ് വൈൽ ഓൾസോ കൺസിഡറിങ് സ്റ്റേറ്റ്സ് ഡെവലപ്മെൻറ്റൽ നീഡ്സ്. ഓക്കെ, അപ്പം സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് അണ്ടർസ്കോർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഷെൽട്ടർ ഫോർ നിയർലി 50,000 പീപ്പിൾ ലിവിങ് ഇൻ റെയിൽവേ ലാൻഡ് ഹൽവാനി, Uttarakhand. The court stressed that individuals are also human beings, acknowledging their right to dignified existence. അപ്പം നമുക്കറിയാം ഇങ്ങനൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒബ്സർവേഷൻ സുപ്രീം കോർട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് റൈറ്റ് ടു ഷെൽട്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻസിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റൈറ്റ് ടു ഷെൽട്ടർ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹൈലൈറ്റ് ദാറ്റ് സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു ഇൻ എ കേസ് അബൌട്ട് 50,000 പീപ്പിൾ ലിവിങ് ഇൻ ദ റെയിൽവേ ലാൻഡ് ഇൻ ഹൽവാനി, ഉത്തരാഖണ്ഡ്. ഓക്കെ, അതിലാണ് എന്താണ് കോർട്ട് സ്ട്രെസ് ചെയ്തത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അവർ ഹ്യൂമൻ ബീങ്സ് ആണ്, അവർക്കൊരു ഡിഗ്നിഫൈഡ് എക്സിസ്റ്റൻസിനുള്ള അവകാശമുണ്ട് എന്ന് സുപ്രീം കോർട്ട് സ്ട്രെസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാലൻസിങ് റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് കേസിൽ ദ കോർട്ട് ഹൈലൈറ്റഡ് ദ നീഡ് ടു ബാലൻസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ഷെൽട്ടർ ദ നെസസിറ്റി ഓഫ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ ഡിഗ്നിറ്റീനെ ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യണം. അപ്പം ആ ഒരു കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. അപ്പം ഈ റൈറ്റ് ടു ഷെൽട്ടറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അല്ല, ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ ICSRൻ്റെ ആർട്ടിക്കിൾ, അപ്പോൾ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കേസിൽ ആർട്ടിക്കിൾ 25.01 സ്റ്റേറ്റ്സ് ദാറ്റ് എവറി വൺ ഹാസ് ദ റൈറ്റ് ഫോർ എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അഡിക്വേറ്റ് ഫോർ ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ഹിംസെൽഫ് ഓർ ഹിസ് ഫാമിലി ഇൻക്ലൂഡിങ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ്, മെഡിക്കൽ കെയർ. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം നിങ്ങളുടെ ആൻസറിൽ. ഇൻ്റർനാഷണൽ കവൺമെൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 11.1 പറയുന്നത് റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് എവരി വൺ ടു ആൻ അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ദ സ്റ്റേറ്റ്സ് പാർട്ടീസ് ഷുഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് ടു എൻഷുർ ദ റിയലൈസേഷൻ ഓഫ് ദിസ് റൈറ്റ്. ഇപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ സെവറൽ ജഡ്ജ്മെൻറ്റ്സ് ഹാസ് ഹെൽഡ് ദ ഹ്യൂമൻ റൈറ്റ് ടു അഡിക്വേറ്റ് ഹൗസിങ് ആസ് അഡിക്വേറ്റ് ഹൗസിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഷെൽട്ടറിൻ്റെ കേസിലാണെങ്കിലും അത് ആർട്ടിക്കിൾ 21 ഒരു ഡെറിവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ്റർനാഷണൽ കവൺമെൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966 പറയുന്നത് ഇൻഡയറക്ട്ലി പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ആർബിട്രറി ഓർ അൺലോഫുൾ ഇൻ്റർഫറൻസ് വിത്ത് ഹോം ഓർ കറസ്പോണ്ടൻസ്, അതും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങൾ. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസ് ആണെങ്കിലും ഇൻ്റർനാഷണലിലെ ഉള്ള കവണൻസ് ആണെങ്കിലും ഡിക്ലറേഷൻസ് ആണെങ്കിലും റൈറ്റ് ടു ഷെൽട്ടർ അല്ലെങ്കിൽ റൈറ്റ് ടു ഹൗസിങ് എന്നുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂവിങ് ഫോർവേഡ് ലീഗൽ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ദ കോർട്ട്സ് ഡിസിഷൻ റീഇൻഫോഴ്സസ് ദ നോഷൻ ദാറ്റ് ദ റൈറ്റ് ടു ഷെൽട്ടർ ഈസ് ഇൻറ്റഗ്രൽ ഫോർ ദ റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ ഇത് നമുക്കറിയാം ആർട്ടിക്കിൾ 21 ഒരു ഡെറിവേഷൻ എന്ന രീതിയിലാണ് കോർട്ട് ഈ ഒരു റൈറ്റ് ടു ഷെൽട്ടറിനെ കാണുന്നത്. ഇറ്റ് ഓൾസോ സെറ്റ്സ് എ പ്രസിഡന്റ് ഫോർ ഫ്യൂച്ചർ കേസസ് വെയർ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് മേ കോൺഫ്ലിക്റ്റ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആകുന്നത് ഇങ്ങനൊരു ഡെവലപ്മെൻറ്റൽ സിനാരി വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിനാരി വരുമ്പോഴേക്കും ഇവരെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അവർ ഡിസ്ലൊക്കേറ്റഡ് ആകുന്ന
കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇവർക്ക് പ്രോപ്പർ ഷെൽട്ടർ എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് റീലൊക്കേഷൻസ് നടക്കുക എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സുപ്രീം കോടതി ഒബ്സർവേഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബ്രോഡർ കോൺസെപ്റ്റിൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് റൂളിംഗ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ urbanization ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ അപ്പം നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഗോൾസും അതുപോലെ തന്നെ ആൾക്കാരുടെ ലൈഫ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഷെൽട്ടർ അല്ലെങ്കിൽ അവരുടെ ഒക്യുപ്പൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റുകളെ എല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലൊരു ഒരു സ്റ്റാൻഡേർഡ് കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് സ്റ്റാൻഡ്സ് ഇൻ ദിസ് കേസ് ഹൈലൈറ്റ്സ് ദ ജുഡീഷ്യറീസ് കമ്മിറ്റ്മെന്റ് ടു പ്രൊട്ടക്ടിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വൈൽ അക്നോളജിങ് ദ സ്റ്റേറ്റ്സ് ഡെവലപ്മെന്റൽ ഇമ്പറേറ്റീവ്സ്. This balanced approach aims to ensure justice and equity for all citizens, particularly the most vulnerable. അപ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും എന്താണ് റൈറ്റ് ടു ഷെൽട്ടർ, അല്ലെങ്കിൽ അവരെ ഇപ്പം ഡെവലപ്മെൻറ്റൽ ഗോൾസിന് ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ പോലും അവർക്ക് വേണ്ട ഒക്യുപ്പൻസി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഷെൽട്ടർ നമ്മൾ കൊടുക്കണം, ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ള കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ത്രൂ അഡ്രസ്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ നമുക്കറിയാം ബഡ്ജറ്റിനെ ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പോൾ നമുക്കുള്ള ഇനിയുള്ള ന്യൂസുകളിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റിൽ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ബഡ്ജറ്റ് സ്പീച്ച് ഓഫ് 2024 emphasizes 3 key areas: intentions, long-term vision and recognition of unemployment in the economy. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലൈറ്റ് ക്ലിയർ ഇൻറ്റൻഷൻസ്, ദ ബഡ്ജറ്റ് ഹാസ് ബീൻ ക്രിട്ടിക്ഡ് ഫോർ ലാക്കിംഗ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓൺ ഹൗ ദീസ് ഗോൾസ് വിൽ ബി അച്ചീവ്ഡ്, കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദ ഫിസിബിലിറ്റി ഓഫ് റിയലൈസിംഗ് ദീസ് ടാർഗറ്റ്സ്. അപ്പം നമ്മൾ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ആക്ച്വലി ഈ ഒരു എഡിറ്റോറിയൽ ചെയ്തേക്കുന്നത്. അപ്പം പോളിസി ഇൻറ്റൻഷൻസ് ആൻഡ് വിഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് ഔട്ട്ലൈൻസ് എ ക്ലിയർ ഇൻറ്റൻഷൻസ് വിത്ത് എ ലോങ് ടേം വിഷൻ ആയിട്ടാണ്, അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവിലാണ് ബഡ്ജറ്റ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യാൻ നോക്കിയേക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റും അല്ലെങ്കിൽ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്കറിയാം ടോപ്പ് 500 ഫേംസ് ഇൻ ദ കൺട്രിയിൽ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ബഡ്ജറ്റ് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത്, ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദ കോalition ഗവൺമെൻറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് എവിഡൻറ്റ് ഇൻ ദ ബഡ്ജറ്റ് സ്ട്രാറ്റജിക് അപ്രോച്ച് ത്രൂ സ്പെസിഫിക് ആർ ഓഫൺ. പക്ഷേ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു USP അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആകാൻ പോകുന്നതെന്ന് ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഫിസിക്കൽ അരിത്തമെറ്റിക് ആൻഡ് മാക്രോ പോളിസിയുടെ കേസിലാണെങ്കിൽ ദ ബഡ്ജറ്റ് സിഗ്നൽസ് കണ്ടിന്യൂറ്റി ഇൻ ഫിസിക്കൽ സ്ട്രാറ്റജി, ഫോക്കസിങ് ഓൺ സ്റ്റെബിലിറ്റി ആൻഡ് റിഡക്ഷൻ ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് 4.5 ഓഫ് GDP ആണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. എൻട്രി ബഡ്ജറ്റിൽ നമ്മളുടെ ഇത് വന്നേക്കുന്നത് 5.9 ആയിരുന്നു. അതിൽ നിന്ന് 4.5 ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറയ്ക്കുക, അതായത് നമ്മുടെ ചെലവും നമ്മൾക്കുള്ള ഇൻകവും അതിൻ്റെ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷനും പിന്നെ അതിൽ നമ്മൾ എടുക്കുന്ന ഡെപ്റ്റും അതിൻ്റെ ഉള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് 4.5 കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ മിക്ക പോളിസി റെക്കമെൻഡേഷൻസിലും നമുക്കറിയാം ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 2% ആക്കണമെന്നായിരുന്നു. ലോങ് ടേം വിഷനിൽ നമ്മൾ ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് 2% കുറയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് സർപ്ലസ് ഫ്രം റിസർവ് ബാങ്ക് യൂസ്ഡ് ഫോർ ഫിസിക്കൽ പ്രൂഡൻസ്. ഓക്കെ, അപ്പം എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂവിൻ്റെ കേസിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഫോർ 2024 to 2025 ഷോ മാർജിനൽ ഇൻക്രീസസ് ഇൻ മോസ്റ്റ് എക്സ്പെൻഡിച്ചർ കാറ്റഗറീസ്, ഡിക്രീസ് ഇൻ അലോക്കേഷൻ ഫോർ കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് എനർജി വിത്ത് എൻ ഓവറോൾ ഡിക്ലൈൻ ഇൻ മെനി ബഡ്ജറ്റ് ഐറ്റംസ്. ഓക്കെ, ടോട്ടൽ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ബഡ്ജറ്റിൽ ചില സെക്ടേഴ്സിലുള്ള ഫണ്ടിൻ്റെ അലോക്കേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ വെൽഫെയർ ആൻഡ് സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റിലും അലോക്കേഷൻസ് നല്ലപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്കറിയാം ഈ ഒരു ഗവൺമെൻറ്, അതായത് എസ്പെഷ്യലി ഈ NDA അലയൻസ് അല്ലെങ്കിൽ BJP ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഓൺ ക്യാപിറ്റൽ അലോക്കേഷനിലാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് ക്രിയേഷൻ ഉള്ള പ്രോജക്റ്റുകളാണ് ഇവർ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഡിസ്പൈറ്റ് പ്രയോറിറ്റൈസിങ് capital expenditure, the revised estimate indicate lower actual spending compared to budgeted amounts. This is a sign of government's limited capacity to spend and manage resources effectively. Lower capital expenditure might undermine multiplier effects expected from such investments. അപ്പം നമുക്കറിയാം ഈവൻ ദോ നമുക്ക് ബഡ്ജറ്റ് അലോക്കേഷൻസ് ബഡ്ജറ്റിൽ ഇത്ര പെർസെൻറ്റേജ് ഒക്കെ
എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് സ്പെൻഡ് ആകുന്നില്ല, അല്ലെ ആ പൈസ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നും ഉള്ളൊരു ക്രിട്ടിക്ക് ഉണ്ട്. അപ്പോൾ എക്കണോമിക് സ്റ്റിമുലസിൻ്റെ കേസിലാണെങ്കിൽ ബഡ്ജറ്റ് സീക്സ് ടു ബ്ലോസ്റ്റർ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ വേരിയസ് മെഷേഴ്സ്. അപ്പോൾ ടാക്സ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ FDIയുടെ കേസിൽ ടാക്സ് കുറച്ചിട്ടുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ ടാക്സ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽ ടാക്സ് എടുത്തു കളഞ്ഞു. ഏഞ്ചൽ ടാക്സ് എന്ന് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു ഇൻവെസ്റ്റർ കൊണ്ട് പൈസ ഇടുവാണ്, അതിൽ നേരത്തെ ഉള്ള 30% ആയിരുന്നു അതിന് ടാക്സ് ഉണ്ടായിരുന്നത്, അതായിരുന്നു ഏഞ്ചൽ ടാക്സ് വന്നുകൊണ്ടിരുന്നത്, അത് എടുത്തു കളഞ്ഞേക്കുവാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് നടത്താനായിട്ട്, അല്ലെങ്കിൽ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള ടാക്സിൽ കുറേ അയവുകൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. എഫേർട്സ് ടു ബൂസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ത്രൂ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് urban എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ MSMEസിൻ്റെ കേസിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്കറിയാം മുദ്ര ലോൺ സ്കീം അറിയാം അല്ലേ. മുദ്ര ലോൺ സ്കീമിൽ നേരത്തെ ഉണ്ടായിരുന്നത് 10 lakhs ആയിരുന്നു ഗവൺമെൻറ് ലോൺ സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്. ആ 10 lakh ഇപ്പോൾ 20 lakhsലോട്ട് ഇവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിവൈവൽ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSMEs is a key focus with credit support and other schemes. Emphasis on easing loan access without collateral benefiting rural and urban areas. അപ്പോൾ റൂറൽ ആൻഡ് urban ഡെവലപ്മെൻറ്റ് കേസിൽ അസിസ്റ്റൻസ് ലൈക്ക് ആന്ധ്രാപ്രദേശിന്, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്. അപ്പം നമുക്കറിയാം ഒഡീഷ, ജാർഖണ്ഡ് ഒക്കെ അല്ലെങ്കിൽ ബീഹാർ എന്ന് പറയുന്നത് ഏറ്റവും പൂറർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. MSMEs need a conducive environment for growth with focus on training and support rather than direct government. അതായത് MSMEs എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സെക്കൻഡറി സെക്ടറിൽ വർക്കൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ വർക്കൗട്ട് ആകുന്ന ഒരു സെക്ടറാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഗവൺമെൻറ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ലാതെ അവർക്ക് വേണ്ട പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുകയാണ് വേണ്ടത്. ഒമിഷൻസ് ആൻഡ് കൺസേൺസ്. അപ്പോൾ ഇതിനകത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോംപ്രിഹെൻസീവ് മെഷേഴ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ ആൻഡ് സോഷ്യൽ വെൽഫെയർ, കൺസേൺസ് അബൌട്ട് ഇൻഡയറക്റ്റ് ടാക്സസ്, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കേസിലാണെങ്കിലും ഈ സ്കീമുകൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ കുറേ ബഡ്ജറ്റ് അലോക്കേഷൻസ് പറയുന്നുണ്ട്, പക്ഷേ ഈ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം മിഡിൽ ക്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. കാരണം ടാക്സ് കൂട്ടിയിട്ടുണ്ട്, ഇൻകം ടാക്സ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ കൺക്ലൂഷൻ്റെ കേസിലാണ് ബഡ്ജറ്റ് സെറ്റ്സ് അംബീഷ്യസ് ഗോൾസ് വിത്ത് എ ക്ലിയർ ലോങ് ടേം വിഷൻ ബട്ട് ഫോൾ ഷോർട്ട്സ് ഓൺ പ്രൊവൈഡിങ് ഡീറ്റെയിൽഡ് പ്ലാൻസ്. അപ്പം ലോങ് ടേം വിഷൻ ഉണ്ട്, ഒരു ഗോളുണ്ട്, പക്ഷേ എങ്ങനെ ഈ ഗോളിലോട്ട് അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ എത്തുമെന്നുള്ള കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, the lack of specificity in expenditure and revenue strategies raises concern about the feasibility of achieving stated objectives. Okay, the focus on MSMEs, capital expenditure and employment generation is promising, but concrete steps are needed to ensure effective execution and tangible outcomes. അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ DNA-യിൽ എല്ലാം ഒത്തിരി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു. കുറേയൊക്കെ റിപ്പീറ്റേഷൻ ആയിരുന്നു. എക്കണോമി ആണെങ്കിലും നമുക്കറിയാം നേരത്തെ DNA-യിലൊക്കെ എക്കണോമി പിന്നെ ഹൈലൈറ്റ് ചെയ്തിരുന്നുണ്ട്, എസ്പെഷ്യലി ബഡ്ജറ്റ് സെഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാവുന്ന കുറേ ടോപ്പിക്കുകൾ തന്നെയാണ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.